ഇന്ന് നമുക്ക് വെയിറ്റ് കുറയ്ക്കാനുള്ള കുറച്ച് ടിപ്സ് നോക്കാം. അപ്പോൾ എന്നോട് ചില പേഷ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വെയിറ്റ് കുറയ്ക്കാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ എന്ത് എക്സസൈസാണ് ചെയ്യേണ്ടത്, എന്ത് ഡയറ്റാണ് ഫോളോ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഡയറ്റ്, രണ്ട് എക്സസൈസ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഒരാളിനോട് ചോദിച്ചാൽ അറിയാം, അവർ മോസ്റ്റ്ലി കഴിക്കുന്ന ഫുഡ് ഓയിലി ആയിട്ടുള്ളതായിരിക്കാം, കൂടുതൽ റൈസ് കഴിക്കുന്നുണ്ടായിരിക്കും, അതുപോലെ ഈ ജങ്ക് ഫുഡ് കൂടുതൽ കഴിക്കുന്നവരുണ്ടായിരിക്കാം. ഇനി ഇതൊന്നും അല്ലാണ്ട് തന്നെ വെയിറ്റ് കൂടുന്നവരുണ്ട് കേട്ടോ. ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഇപ്പോൾ ഈ PCOD, തൈറോയിഡ് അതൊക്കെ കൊണ്ടും വെയിറ്റ് ഓവർ വെയിറ്റ് ആയിട്ട് മാറാം. അപ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. ഔട്ട്സൈഡ് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാക്സിമം കുറയ്ക്കുക. ഒരിക്കലും കഴിക്കേണ്ടെന്ന് പറയില്ല, അത് മാക്സിമം നിങ്ങൾ കുറയ്ക്കുക, അത്രയേ ഉള്ളൂ. മന്ത്ലി വൺസോ ട്വൈസോ ആക്കി മാറ്റുക. ഇനി രണ്ടാമത്തത്, ഇപ്പോൾ റൈസ് കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കുറയ്ക്കുക, റൈസ് കുറയ്ക്കുക. അതിന് പകരം നിങ്ങൾക്ക് റാഗി വളരെ ഒരു ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഫുഡാണ്, അത് നല്ലതാണ്. ഈ റൈസ് കുറച്ച് നിങ്ങൾക്ക് റൈസേ കഴിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ റൈസ് കുറച്ച് കഴിച്ചിട്ട് കൂടുതൽ നിങ്ങൾക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാം. അതുപോലെ എഗ്ഗിൻ്റെ വൈറ്റ് നല്ലതാണ്, ചിക്കൻ നല്ലതാണ്. ഇതൊക്കെ എന്താ പറയുക, നമ്മുടെ ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഫുഡ് തന്നെയാണ്. അത് അങ്ങനെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം, ഡയറ്റ് എപ്പോഴും നിങ്ങൾ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഡയബറ്റിക്കോ കൊളസ്ട്രോളോ അങ്ങനെ വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചേഞ്ച് ചെയ്യരുത്. ഒരു ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ചേഞ്ച് വരുത്തുക. ഓക്കെ. ഇനി അടുത്തത് എക്സസൈസിൻ്റെ കാര്യം. എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഈ ഡയറ്റ് പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഡയറ്റ് മാത്രം ശ്രദ്ധിച്ചിട്ട് എക്സസൈസ് ഒന്നും ചെയ്യാണ്ടിരുന്ന ആ ഫാറ്റൊക്കെ ബോഡിയിൽ അങ്ങനെ ബേൺ ആയിട്ട് പോകാണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ രണ്ടും ഈക്വലായിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എക്സസൈസിനായിട്ട് ഇപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ ഇപ്പോൾ യൂട്യൂബിലുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇനി എക്സസൈസൊക്കെ ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പോൾ ഈ ജുംബ ഡാൻസ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓൺലൈനായിട്ട് ഒരുപാട് അവൈലബിൾ ആണ്, അതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണോ നിങ്ങൾക്ക് ഒരു എക്സസൈസായിട്ട് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാം. ഇനി ചില ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് മടിയാണ്, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ നടക്കുക. എന്ന് വെച്ചാൽ ഡെയിലി മസ്റ്റാണ് എക്സസൈസ്. എന്നാൽ മാത്രമേ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഈ ഒരു വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് ഒരു 1 വീക്ക് കൊണ്ടോ 2 വീക്സ് കൊണ്ടോ ഒന്നും നടക്കുന്ന കാര്യമല്ല. അതൊരു അറ്റ്ലീസ്റ്റ് ഒരു 2-3 months എങ്കിലും ചെയ്താൽ മാത്രമേ ഒരു ചേഞ്ച് വരുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ചിലരൊക്കെ അങ്ങനെയാണ്, ഒരു കുറച്ച് ദിവസം ചെയ്തിട്ട് എനിക്കൊരു ചേഞ്ചും ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ചിന്തിക്കരുത്. നമുക്കൊരു എയിം ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാനിത് പറയും കാരണം എന്നോട് ഒരു പേഷ്യൻ്റ് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ മാക്സിമം ഫുഡ് കുറച്ചാണ് കഴിക്കുന്നത്, രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും വളരെ കുറച്ചാണ് കഴിക്കുന്നത്, നൈറ്റ് ഞാൻ മിക്ക ദിവസങ്ങളിൽ ഫുഡ് കഴിക്കുന്നില്ല, എന്നിട്ടും എൻ്റെ വെയിറ്റ് കുറയ്ക്കുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ പറഞ്ഞു. വളരെ ദയനീയമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ വിഷമം അനുഭവിക്കുന്ന പലരും ഉണ്ട്, ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റുമായിട്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നൈറ്റ് ഒന്നും ഫുഡ് കഴിക്കാണ്ട് കിടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വേറെ പല ഹെൽത്ത് ഇഷ്യൂസിലും കൊണ്ടെത്തിക്കും. സോ അങ്ങനെ ആരും ചെയ്യാണ്ടിരിക്കുക. എപ്പോഴും ഒരു ഹെൽത്തി ഡയറ്റ് എക്സസൈസായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു നല്ലൊരു റിസൾട്ട് അതിന് കിട്ടുകയുള്ളൂ. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും സന്തോഷമാണ്. യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.